മഴ മാറി നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഓണക്കാലമാകുന്നതോടെ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ശക്തമായി പെയ്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലടക്കമുണ്ടായതോടെയാണ് വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. മഴയും മഴ മുന്നറിയിപ്പും മാറിയതോടെ നിയന്ത്രണങ്ങളും പിൻവലിച്ചു. എന്നിട്ടും വിനോദസഞ്ചാര മേഖല ഇതുവരെ ഉണർന്നിട്ടില്ല. കഴിഞ്ഞ ഒറ്റ ദിവസം ഇടുക്കി ജില്ലയിലെ DTPC സെന്ററുകളിൽ ആകെ എത്തിയത് 2287 പേര് മാത്രമാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന വാഗമണ്ണിലാണ് അല്പം കൂടുതൽ ആളുകൾ എത്തിയത്, അതും 1000-ൽ താഴെ. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ 160 പേർ മാത്രമാണ് എത്തിയത്. എന്നാൽ എത്തുന്ന സഞ്ചാരികൾ അനുകൂലമായ കാലാവസ്ഥ ആസ്വദിച്ച് തന്നെയാണ് മടങ്ങുന്നതും. കൊള്ളാം, നല്ല വന്നിരിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ പ്രദേശം. കാലാവസ്ഥയെല്ലാം ഇപ്പോൾ കുഴപ്പമില്ല, മഴയൊന്നും കാണുന്നില്ല, നല്ല കാലാവസ്ഥയാണ്. സഞ്ചാരികളുടെ കടന്നുവരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ. ജീപ്പ് സവാരിയും വഴിയോര കച്ചവടവുമൊക്കെ പാടെ നിലച്ച അവസ്ഥ. നമ്മുടെ ഓഫ് റോഡ് എന്ന് പറയുന്നത് വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു പരിതാപകരമാണ്. ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ പോലും ഓർണമെങ്കിൽ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. പിന്നെ ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ സംബന്ധമായിട്ടും ടൂറിസ്റ്റുകൾ വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം രാമക്കുമേട് ടൂറിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലം സജീവമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് DTPC. നമുക്ക് ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ആൾക്കാരുടെ സഞ്ചാരികളുടെ വരവ് കുറവായിരുന്നു. ഇപ്പം പിന്നെ അത് തുറന്നു കഴിഞ്ഞാലും ആൾക്കാർ കുറച്ചേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഓണമൊക്കെ ആകുമ്പോഴത്തേന് ആൾക്കാരുടെ കൂടുതൽ വരവുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. സഞ്ചാരികളുടെ വരവിൽ വർധനവുണ്ടായില്ലെങ്കിൽ DTPC സെന്ററുകളുടെ പ്രവർത്തനവും താളം തെറ്റും. ജീവനക്കാരുടെ ശമ്പളമടക്കം നൽകുന്നതിന് പുറത്തുനിന്ന് പണം കണ്ടെത്തേണ്ടതായി വരും. പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധിയിലായ വിനോദസഞ്ചാര മേഖലയ്ക്കിനി ഓണക്കാല പ്രതീക്ഷകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.